നമസ്കാരം. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുകയാണ് വീണ്ടും. ഇത്തരം അതിസങ്കീർണമായ ഒരു വിഷയം വരുമ്പോൾ ഉരുണ്ട് കളിക്കുന്ന ഇടത് ക്യാമ്പിൽ നിന്ന് വി ശിവൻകുട്ടിയുടെ വേറിട്ട ശബ്ദം പുറത്തു വരുന്നത് ആശ്ചര്യത്തോടെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് സർക്കാരിന് പ്രധാനമെന്നും ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമായി സൗജന്യം കൊടുക്കാൻ സാധിക്കില്ല എന്നും മന്ത്രി ആശയക്കുഴപ്പങ്ങൾക്ക് ഇട നൽകാതെ ആവർത്തിച്ച് മറുപടി നൽകുകയായിരുന്നു. സമയം അവർ ക്രമീകരിക്കുന്നതായിരിക്കും നല്ലത്, അല്ലാതെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ പേര് പറഞ്ഞ് സർക്കാരിനെ വിരട്ടുന്നത് ശരിയായ നടപടിയല്ല എന്നും തുറന്നു പറയുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അതായത് വിരട്ടലും വിലപേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നർത്ഥം. അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ സമയമാറ്റം അംഗീകരിച്ച കാര്യം കൂടിയാണ്. ഇതിന് പിന്നാലെയാണ് ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത്. അതിലൊരു മാറ്റം വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. എന്നാലും ശിവൻകുട്ടി ഇത്തരത്തിൽ നിലപാട് ആവർത്തിച്ചതോടെ കൂടുതൽ സമരപരിപാടികൾക്ക് പോകാനുള്ള ശ്രമമാണ് സമസ്തയുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവുക. സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് പ്രധാനപ്പെട്ടതെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. 37 ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണിത്. സർക്കാരിനെ വിരട്ടരുത് എന്നും ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം സൗകര്യം ചെയ്തു കൊടുക്കാൻ കഴിയില്ല എന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർക്കുകയായിരുന്നു. അതേസമയം സ്കൂൾ സമയമാറ്റം എന്ന ആവശ്യം സുന്നി സംഘടനകൾ കടുപ്പിക്കുകയാണ്. സർക്കാരിനെതിരെ സമസ്ത പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ കാന്തപുരവും രംഗത്തെത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക പരിഹരിക്കണമെന്നാണ് കാന്തപുരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മദ്രസ പഠനത്തിന് തടസ്സമുണ്ടാകുന്ന വിധത്തിൽ സ്കൂൾ പഠന സമയം സർക്കാർ മാറ്റി എന്നാണ് സമസ്തയുടെ ആരോപണം. സുന്നി സംഘടനയായ സമസ്തയും അവരെ പിന്തുണച്ച ലീഗും പിന്നാലെ കാന്തപുരവും രംഗത്തെത്തിയിട്ടും മന്ത്രി വി ശിവൻകുട്ടി നിലപാട് മാറ്റുന്നില്ല എന്നതും ഒരു വേറിട്ട രീതിയായിട്ടാണ് കാണുന്നത്. സെക്രട്ടേറിയറ്റ് ധർണ അടക്കം 2 മാസം നീണ്ടു നിൽക്കുന്ന സമര പരിപാടികൾക്കാണ് സമസ്ത കേരള മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ സംസ്ഥാന സമര പ്രഖ്യാപന കൺവെൻഷനിൽ പ്രഖ്യാപിച്ചത്. ഈ ഒരു വലിയ ആശങ്ക തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പെല്ലാം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അടക്കം ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത് വേറിട്ട രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള രാഷ്ട്രീയം. സമസ്ത അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് പോലും തയ്യാറാകാത്തതിലും കൺവെൻഷൻ പ്രതിഷേധിച്ചിട്ടുണ്ട്. സർക്കാർ ഏകപക്ഷീയമായി സ്കൂൾ സമയമാറ്റം നടപ്പാക്കിയതിനെതിരെ പോരാടേണ്ടതുണ്ട് എന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുമാണ്. മദ്രസ പഠനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാറും പറഞ്ഞിരുന്നു. വർഷത്തിൽ 220 പ്രവൃത്തി ദിവസം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തിയത്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഹൈസ്കൂളിൽ 1200 മണിക്കൂർ പഠന സമയം വേണം. സർക്കാർ നിയോഗിച്ച 5 അംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത്. സമയം പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതിയും ആവശ്യപ്പെട്ടു. സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിലപാട്. മുസ്ലിം സംഘടനകളുടെ ആവശ്യത്തിന് വഴങ്ങാൻ സംസ്ഥാന സർക്കാർ തൽക്കാലം തയ്യാറല്ല എന്നാണ് പറയുന്നത്. ന്യൂനപക്ഷ പ്രീണന ആരോപണം കേൾക്കുന്ന സർക്കാർ ഇനി അത്തരം ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിലാണ്. മതശക്തികൾക്ക് മുൻപിൽ വഴങ്ങുന്നെന്ന ആരോപണങ്ങളെ അതിജീവിക്കാനാണോ ഇത്തരത്തിലൊരു നിലപാടെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും വി ശിവൻകുട്ടി കട്ടയ്ക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് പിണറായിയുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിരിക്കുമെന്ന് അനുമാനിക്കാം.